ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ജീവൻ, നീ? അതെ, ജീവൻ തന്നെ. ഈ ഞാൻ തന്നെയാണ് ഈ കളികളുടെ എല്ലാം പിന്നിൽ. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ മോള് പ്രാർത്ഥനയെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതം ഞാൻ സ്വയം നശിപ്പിക്കാനാണെന്ന് കരുതിയോ? ഒരിക്കലുമല്ല. പ്രാർത്ഥന മത്സ്യകന്യകയാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. അന്നേരം പ്രത പറഞ്ഞു, അപ്പോ ജീവൻ, നീ ഇത്രയും നമ്മളെ ചതിക്കുമായിരുന്നു അല്ലേ? അതിലെന്താ ഇത്ര സംശയം? ശേഷമത്സ്യറാണി ചതിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, എൻ്റെ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയായിരുന്നു. ഇനി നിങ്ങളുടെ അന്ത്യമാണ്. ഒന്നുകൂടിയുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു ബന്ധം ഞാനും ഉർവശിയും ഈ പാഞ്ചാലിയും തമ്മിലുണ്ട്. ഉർവശി എൻ്റെ ഭാര്യയാ. അനുമോൾ നമ്മുടെ മകളും. നമ്മുടെ മകളാ നിന്റെ പ്രാർത്ഥന കാരണം മരിച്ചത്. വെറുതെ വിടില്ല നിങ്ങളെ ആരെയും. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. പണ്ട് ഋഷിയുമായി ഞാൻ സൗഹൃദത്തിലായതും കമ്പനിയിലെ ജോലിക്കാരനിൽ നിന്ന് ഉറ്റ സുഹൃത്തായി മാറി പിന്നീട് പ്രാർത്ഥനയുടെ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്തത് എല്ലാം ഒന്നിനു വേണ്ടി മാത്രമായിരുന്നു. നാഗമാണിക്യത്തിനും ഇന്ദ്രനീലത്തിനും വേണ്ടി. ഇന്ദ്രനീലവും നാഗമാണിക്യവും ഇനി കുറച്ചുനാൾ കഴിഞ്ഞാൽ ഞാൻ സ്വന്തമാക്കും. നിന്റെ മക്കൾ 2 പേരെയും ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ മരണമാണ്. ഇത്രയും പറഞ്ഞ് പ്രതയുടെ വയറിലേക്ക് വീണ്ടും ജീവൻ കത്തിക്കുത്തിയിറക്കി. ഒരു കൈ അകലത്തിൽ ഋഷിയും ഉണ്ടായിരുന്നു. പ്രത തൻ്റെ അവസാന ശ്വാസം എടുത്തുകൊണ്ട് ജീവന് വേണ്ടി പിടഞ്ഞു. അന്നേരം പ്രൊഫസർ പറഞ്ഞു, പാഞ്ചാലി, ഇവർ ഇപ്പോൾ മരിക്കും. ആ രുദ്രന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യണം. കത്തിക്ക് ഈ വീട്ടിൽ മുഴുവൻ തീ പിടിപ്പിച്ച് പാഞ്ചാലിയും ജീവനും ഉർവശിയും അവിടെ നിന്നും കടന്നു. അല്പസമയം കഴിഞ്ഞ് പ്രാർത്ഥന പ്രീതിയെയും രഘുവിനെയും കൂട്ടി വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ വീട് മുഴുവൻ തീപിടിച്ചു നിൽക്കുന്ന ദൃശ്യം കണ്ടതും അവർ മൂവരും ഞെട്ടി. ഞെട്ടലോടെ മൂവരും അകത്തേക്ക് കയറവേ വീടിനുൾഭാഗം മുഴുവനും കത്തുന്നത് കണ്ട് അവരെല്ലാം കരച്ചിലും അലമുറയും ഇട്ടു തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ അവരെല്ലാം ആകെ തകർന്നിരുന്നു. ബഹളവും വിളികൾക്കുമൊക്കെ അപ്പുറം ഫയർഫോഴ്സ് വന്ന് തീയെല്ലാം കെടുത്തിയിരുന്നു. പക്ഷെ അന്നേരം മൂവരും മരിച്ചുവെന്ന സത്യവും പുറത്തു വന്നു. കത്തിക്കരിഞ്ഞ 3 ശവശരീരങ്ങൾ. തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര രീതിയിൽ 3 ശരീരങ്ങളും മാറിയിരിക്കുന്നു. പക്ഷേ തൻ്റെ അമ്മ അവസാനം ഉടുത്തിരുന്ന സാരിയുടെ കത്തിക്കരിഞ്ഞ ചെറിയ തുണിക്കഷ്ണങ്ങളും പ്രതയുടെ താലിമാലയും അതിൻ്റെ ഒപ്പം കത്തിക്കരിഞ്ഞ ശരീരത്തിൽ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റും കണ്ടപ്പോൾ പ്രതയും ഋഷിയുമാണ് ആ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതെന്ന് പ്രാർത്ഥന തിരിച്ചറിഞ്ഞു. രുദ്രന്റെ അവസ്ഥ എന്നാൽ അതിലും കഷ്ടത്തിലായിരുന്നു. ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാതെ പൂർണ്ണമായും ചാരമായി കഴിഞ്ഞിരുന്നു. കത്തിക്കരിഞ്ഞ ശരീരത്തിനടുത്ത് തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. പക്ഷേ രുദ്രനും മരിച്ചുവെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ മതിയായ തെളിവുകൾ കിട്ടാത്തതിനാൽ പ്രാർത്ഥന മാത്രം ഇന്നും രുദ്രൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെറുതെ പുലമ്പി നടക്കുന്നു. ഇന്ന് സൂര്യൻ അസ്തമിക്കും മുൻപേ രഘുവും പ്രീതിയും 2 പ്രാർത്ഥനയ്ക്ക് കാര്യമായി മാനസിക നിലയിൽ പ്രശ്നമുണ്ടായി. ഇനി വിരലിലെണ്ണാൻ 10 ദിവസങ്ങൾ ബാക്കി. രഘു സാറേ, നിങ്ങളുടെ ഭാര്യ പ്രീതി വിവാഹത്തിന് മുൻപേ പിഴച്ചു പോയവളാണ്. പ്രീതി, വാ എൻ്റെ കൂടെ. ഇനി നീ എൻ്റെതാ.